മലയാളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആണോ? പക്ഷേ ഇവിടുത്തെ ഫുഡ് കൊള്ളില്ലാത്ത ഫുഡ് എങ്ങനെ കഴിക്കാം? അങ്ങനെ വരുമ്പോ ഇന്ത്യയിലത്തെ ഈ ഭക്ഷണത്തെ സിസ്റ്റം അടിപൊളി. എങ്ങനെയാണെന്ന് വെച്ചാൽ മോർ ഇമ്പോർട്ടൻസ് നമ്മൾ സബ്ജക്ട് ബേസ്ഡ് ലേണിംഗ്, സയൻസ്, മാത്ത്, ഇംഗ്ലീഷ്, എന്താ സോഷ്യൽ സ്റ്റഡീസ്. ഇവിടെ അങ്ങനെയല്ല. നന്നായിട്ട് സോസസ് സൈറ്റ് ചെയ്യണം. സോസസ് നോക്കിയിട്ട് എന്താണ് കറക്റ്റ് സോസ്, എന്താണ് റോങ് സോസ്, ബയസ് ഉണ്ടോ, അത് ന്യൂട്രൽ ആണോ. അത് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫിൻലൻഡിലും ഇന്ത്യയിലും ദുബായിലും സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള 3 കുട്ടികളാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അവർ ഇന്ത്യയിലും ഫിൻലൻഡിലും ബേസിക് സ്കൂൾ എഡ്യൂക്കേഷൻ നടത്തിയതിനെ പറ്റിയുള്ള ഡിസ്കഷനാണെന്ന് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്കവരെ സ്വാഗതം ചെയ്യാം. ഹലോ, എൻ്റെ പേര് അനുഷ്ക. ഞാൻ 2008 തൊട്ട് ഷാർജ ഇന്ത്യൻ സ്കൂളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2017 to 2018 ഞാൻ അബുദാബി ഇന്ത്യൻ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേര് മാളവിക. എനിക്ക് ഇയേഴ്സ് ഒന്നും ഓർമ്മയില്ല, പക്ഷെ LKG UKG ഫസ്റ്റ് ഗ്രേഡ് ഇന്ത്യയിൽ തന്നെയായിരുന്നു. പിന്നെ 6 വയസ്സായിരുന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ ഇവിടെയാണ് എഡ്യൂക്കേഷനൊക്കെ. താങ്ക് യു. എൻ്റെ പേര് മനസ്സ. ഇത് പറഞ്ഞാലും എനിക്ക് വർഷങ്ങളൊന്നും ഓർമ്മയില്ല. എനിക്ക് ഇവിടെ 8 വയസ്സായപ്പോഴാണ് വന്നത്. LKG to 3ാം ക്ലാസ് വരെ ഞാൻ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ലുക്കിയോ ലെവലിൽ എത്തിയിട്ടുണ്ട്. പിന്നത്തെ അടുത്തൊരു ചോദ്യം, എക്സാംസ്. ഫിൻലൻഡിൽ പരീക്ഷകളില്ല. ഇവിടുത്തെ ലൂക്കിയോയില് അതായത് നാട്ടിലെ 12ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഇവിടെ ഒരു കുട്ടി പരീക്ഷ എഴുതുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അയ്യോ എൻ്റെ ദൈവമേ. അടുത്ത് വരുന്ന വീക്ക് ഞാൻ പറയട്ടെ എനിക്ക് ഓൾ ടുഗെദർ 3 ടെസ്റ്റ് ഉണ്ട് ഒരു വീക്ക് വരുന്നത്. അതിന്റെ അപ്പുറത്തെ വീക്ക് 4 ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് 2 ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് പിന്നെയും 4 ടെസ്റ്റ്. ഇതൊക്കെ ഞാനിപ്പോൾ 9ാം ഗ്രേഡിലാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫൈനൽ അസസ്മെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിനൊക്കെ. അപ്പോൾ ഈ ഫുള്ള് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫുള്ള് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഫൈനൽ ഗ്രേഡിങ്ങിൽ ഇത് അങ്ങനെ കൗണ്ട് ആവില്ല, അല്ലെങ്കിൽ അത് കുറയ്ക്കും എൻ്റെ GPA, ഗ്രേഡ് പോയിന്റ് ആവറേജ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നാട്ടിലത്തെ അത്രയും ടെസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും, പക്ഷെ ഇത് ഓൾ ടുഗെദർ ഒരു സമയത്ത് കൂടുതലായിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അല്ല, പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ടെസ്റ്റ് ഒക്കെ ഈ വെക്കേഷന് മുന്നേ ചെയ്ത് തീർക്കും. അവിടെ അങ്ങനെയല്ല. വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ഒരു എക്സാം ഇടുന്നുണ്ട്. ഇതെന്താ പഠിച്ചേ. ഇപ്പൊ ഈ മിഡ് ടേംസ് ഒക്കെ ചില സമയത്ത് സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇടുക. അപ്പൊ അത് സമ്മർ വെക്കേഷനുള്ളിൽ എല്ലാവരും ഇത് പഠിക്കുകയായിരിക്കും. അപ്പൊ എനിക്ക് ആ വഴിയില് ഫിൻലൻഡ് അത് അങ്ങനെ പക്ഷെ സെറ്റപ്പ് ടു ഫീൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഹോളിഡേ സമയത്ത് നമ്മുടെ മൈൻഡ് സംവർ എൽസ് ആയിരിക്കും. അപ്പൊ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സ്റ്റഡീസിൽ പറ്റില്ല. അപ്പൊ ഫുൾ എഫേർട്ട് ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഫുൾ സംതിങ്ങിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഈ ബിഫോർ ഹോളിഡേസ് വെച്ചായിരിക്കും ബെറ്റർ. പിന്നെ ഒരു കാര്യം, ഇവിടെ അങ്ങനെ ഫിക്സ്ഡ് ടെസ്റ്റ് ഇല്ല. കാരണം ഞാനിപ്പോൾ വീട്ടിലിരുന്ന് കേൾക്കാറുണ്ട് എൻ്റെ കസിന് ഓണപ്പരീക്ഷ ഉണ്ടെന്നൊക്കെ. എനിക്ക് ഈ ഓണപ്പരീക്ഷ അപ്പോൾ പറയും ഓണത്തിന് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള പരീക്ഷ. ഇങ്ങനെ ഫിൻലൻഡൊന്നുമില്ല. കാരണം ഫിൻലൻഡിൽ എപ്പോൾ ആണെങ്കിലും ടെസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് ബാക്ക് ടു ബാക്ക് ആയില്ല. പക്ഷേ ഒരു സബ്ജക്റ്റിൽ തന്നെ ബാക്ക് ടു ബാക്ക് ആയിരിക്കില്ല. എനിക്ക് ഓർമ്മയുണ്ട് ചിലപ്പോൾ പോപ്പ് ക്വിസ് നമുക്ക് തരും വെറുതെ ഇങ്ങനെ പോപ്പ് ക്വിസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഇതാണ് ശരിക്കുള്ള ടെസ്റ്റ്. പക്ഷെ ഒരു വീക്ക് അഡ്വാൻസ് പറഞ്ഞു തരും ഇങ്ങനെയാണ് ടെസ്റ്റ് എന്നൊക്കെ. പിന്നെ ഇവിടെ സ്കൂൾ ഒരു അൺറിട്ടൺ റൂളാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു ദിവസത്തിൽ മോർ ദാൻ 2 ടെസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. കാരണം അത് കുട്ടിക്ക് ഫിസിക്കലി ഹാർഡാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അങ്ങനെയല്ല. ഒരു ആഴ്ചയില് എക്സാംസ് ഉണ്ടാവും. പക്ഷെ ലൈക്ക് ഇപ്പോൾ മിഡ് ടേം എക്സാം ആണെങ്കിൽ 7 ഒരു വീക്കായിരിക്കും അത്. ആ ഒരു വീക്കിൽ ഫോർ എക്സാമ്പിൾ മാത്തിനൊക്കെ ആണെങ്കിൽ ഒരു മൺഡേ ആയിരിക്കും മാത്ത്, ഇംഗ്ലീഷ് അടുത്ത മൺഡേയും. പക്ഷെ അതിൻ്റെ നടുക്കുള്ള കമ്പ്യൂട്ടർ സയൻസ് അതൊക്കെ ഓരോരോ ദിവസം വെച്ചിട്ടാണ്. മൺഡേ മാത്ത്, ട്യൂസ്ഡേ കമ്പ്യൂട്ടർ സയൻസ്, വെനസ്ഡേ സയൻസ്, അങ്ങനെ പറഞ്ഞിട്ടാണ് പോവുക. ഈ എങ്ങനെയാണ് ഈ ടെസ്റ്റ് ഉണ്ടാവുക ഒരു സബ്ജക്റ്റിൽ? ലൈക്ക് ഇസ് ദർ സ്പെസിഫിക് amount ഓഫ് ടെസ്റ്റ് ഒരു സബ്ജക്റ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു ടേം അല്ലെങ്കിൽ 3 ടേം എനിക്ക് ഓർമ്മയില്ല. മിഡ് ടേം അല്ല, എന്തായാലും പ്രാക്ടിക്കൽ ടേം, മിഡ് ടേം, അത് കഴിഞ്ഞിട്ടാണ് ആനുവൽ എക്സാംസ്.
ആനുവൽ എക്സാംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് തവണ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആനുവൽ എക്സാംസ് ആ മിഡ് ടേം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് എക്സാം ഒന്നെങ്കിൽ ജനുവരി ഫെബ്രുവരി, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിലൊരു എക്സാം മിഡിൽ ഓഫ് ദി ഇയർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനുവൽ എക്സാംസ് ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആയിരിക്കും. അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു റൂൾ എന്ന് വെച്ചാൽ ആനുവൽ എക്സാംസിന് നമ്മൾ അവസാനം എടുത്തത് പഠിച്ചാൽ മതി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ മാറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എല്ലാം ഈ 12 months പഠിച്ചതൊക്കെ വരും ആനുവൽ എക്സാമിന്. അതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ട് എഴുതണം. ആൻഡ് എഴുതുന്നതും അതാണ് അതിനെക്കാട്ടും ബുദ്ധിമുട്ട്. കാരണം എനിക്ക് ഓർമ്മ, ഞാൻ ഇവിടെ വന്നിട്ട് അവരെന്നോട് എസ്സേ എഴുതാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എസ്സേ ഞാൻ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച എസ്സേ അല്ല ഇവിടെ എഴുതുന്നത്. എസ്സേ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എസ്സേ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒരു പാരഗ്രാഫ് പോലെ എന്തെങ്കിലും ഒന്ന് എഴുതിയിടുക, ടീച്ചർക്ക് കൊടുക്കുക. അതൊന്നും പിന്നെ ആരും നോക്കില്ല. അവിടെ ഇംഗ്ലീഷൊന്നും അത്ര പോപ്പുലർ സബ്ജക്റ്റ് അല്ല, കൂടുതലും സയൻസും മാത്തും അങ്ങനത്തെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് എസ്സേ എഴുതാൻ പറഞ്ഞപ്പോൾ എനിക്ക് എസ്സേ എഴുതാൻ അറിയില്ല. അപ്പം എനിക്ക് അറിയുന്ന പോലെ എഴുതി എങ്ങനെയോ കിട്ടി. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഈ സയൻസും മാത്സും ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ സയൻസും മാത്സും ആയിരുന്നു ഫുൾ ഇയറിൽ പഠിച്ചതൊക്കെ കൂടി വരും അവസാനം. ഫിൻലൻഡിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഹോട്ട് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാറുള്ളത്? ഹോട്ട് മീൽസ് അതൊരു നല്ല ഹോട്ട് മീൽസ് ആണ്. ഭയങ്കര ചൂടുണ്ട്, കഴിക്കാൻ നല്ല രസമാണ്. ആണോ? പക്ഷേ ഇവിടുത്തെ ഫുഡ് സംടൈംസ് കൊള്ളാം. കാരണം സംടൈംസ് കൊള്ളാന്ന് പറയുന്നത് ഒരു ടോർട്ടിയ പക്ഷെ ഇവിടെ നോർമൽ സാധനം തരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ സീസണിങ് ഒന്നും ഇടാറില്ല, അതുകൊണ്ട് ഒരു രസമില്ല. സംടൈംസ് ഈ ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫാറ്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ചിലപ്പോൾ റോ ആയിരിക്കും ചില സമയത്ത്. എല്ല് മീനൊക്കെ ആണെന്ന് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എല്ലുണ്ടാവും. അത് പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഈ ബഡ്ജറ്റിലും വെച്ചിട്ട് അവർ ചെയ്യണ്ടേ? ലൈക്ക് ഈ പബ്ലിക് സ്കൂൾസ് ആയിട്ട് ഇവിടെ കേറ്ററിംഗ് സർവീസ് ഉണ്ട് ഫോർ ലൈക്ക് സർട്ടൻ ലൈക്ക് സിറ്റീസ്. അവിടെ ആ കേറ്ററിംഗ് സർവീസ് ഈ ഹോൾ സ്കൂളുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും ഈ ഫുഡ്. പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് അത്രയും ഗുണമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ അതൊന്നും തിന്നില്ല. അത് ഭയങ്കര സ്ട്രെയിനാണ് ഈ പാരൻസിന്. അത് ഇത്തിരി ഹാർഡാണ്. എൻ്റെ ബ്രദർ ഇന്നലെ ഒരു കംപ്ലൈൻറ്റ് വന്നിരുന്നു ടീച്ചറിന്, ഫുഡ് കഴിക്കുന്നില്ല സ്കൂളിൽ നിന്ന്. അങ്ങനെയൊക്കെ ഈ കൊള്ളില്ലാത്ത ഫുഡ് എങ്ങനെ കഴിക്കാം? അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലത്തെ ഈ ഭക്ഷണത്തെ സിസ്റ്റം അടിപൊളി. ഇന്ത്യയിൽ എനിക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയിരുന്നു കഴിക്കുക മേടിച്ചിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അതൊരു നല്ല കാര്യമാണ്. സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഫുഡ് അയച്ചു കൊടുക്കും. പിന്നെ ഇവിടെ കൊടുക്കുന്ന ഫുഡ് ഒന്നും കൂടി ഹെൽത്തി ഫുഡായി, കൂടുതൽ ഹെൽത്ത് ബേസ്ഡ്. കുട്ടികൾ കഴിക്കുന്നില്ല അത് കാരണം കുറച്ചും കൂടി ഹെൽത്ത് ബേസ്ഡ്. ഈ സാലഡ് എല്ലാ ദിവസവും ഉണ്ട്, അതേപോലെ തന്നെ മിൽക്ക് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, ചീസ് ഉണ്ട്, പിന്നെന്താ അങ്ങനത്തെ സാധനം ഭയങ്കര ഹെൽത്തി ഫുഡ്. പക്ഷെ അത് കാരണം ഈ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, അധികം കഴിക്കൂല ആരും. ശരിക്കും ന്യൂട്രിയൻ വാല്യൂസ് ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യുന്ന സ്ഥലത്ത് ഇതൊക്കെ ഈ ന്യൂട്രിയൻസ് വെച്ചിട്ട് ഈ ഹോൾ ഡേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതെ, ഓരോ സിറ്റിയും ഭക്ഷണം ഒരു എല്ലാ സ്കൂൾസിനുള്ള മെനു ഡിസൈഡ് ചെയ്യുമ്പോൾ ഓരോ കുട്ടിക്കുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു കുട്ടിക്ക് ഒരു ദിവസം ഇത്ര ന്യൂട്രിയൻസ് വേണം, ഇത്ര പ്രോട്ടീൻ വേണം, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫുഡ് മീൽ വരുന്നത്. പിന്നെ കുറെ ഡയറ്ററി റിക്വയർമെന്റ്സ്, അലർജീസ്, റിലിജൻ ബേസ്ഡ് അവരൊരു ടീച്ചേഴ്സ് ക്ലാസ്സിനൊരു പേപ്പർ കൊടുക്കും, ഇതിൽ അലർജി ഉണ്ടെങ്കിൽ എഴുതിയിടുക, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണെങ്കിൽ എഴുതിയിടുക, അല്ലെങ്കിൽ വീഗൻ ആണെങ്കിൽ എഴുതിയിടുക. അപ്പോൾ അത് അവർ നന്നായിട്ട് നോക്കുക, ഭയങ്കര കൺസേൺ എടുക്കുന്ന ഒരു കാര്യം. അവിടെ അങ്ങനെ അവിടെ ക്യാൻറ്റീനിൽ ചോദിക്കാം വീഗൻ ഉണ്ടോ, അവർക്ക് അതൊരു ഐഡിയ ഇല്ല. വെജിറ്റേറിയൻ നോൺ വെജ് ഉള്ളത് എടുക്കുക പോവുക. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്? അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മോർ ഇമ്പോർട്ടൻസ് നമ്മൾ സബ്ജക്ട് ബേസ്ഡ് ലേണിംഗ്, സയൻസ്, മാത്ത്, ഇംഗ്ലീഷ്, എന്താ സോഷ്യൽ സ്റ്റഡീസ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചൈൽഡിൻ്റെ ഒരു ഇപ്പോൾ എനിക്കല്ല ലൈക്ക് എക്സാമ്പിളി എനിക്കിപ്പോൾ പല നല്ല സ്പോർട്സ്മാൻ ആവണം, അങ്ങനെ അതിനൊക്കെ എനിക്ക് ട്രെയിനിങ് ഉണ്ട്. അവിടെ അങ്ങനെയല്ല. അവിടെ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു റിയൽ ജോബല്ല. നമ്മുടെ സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം, ഇത് ഫ്രീ ടൈം അല്ലേ. പക്ഷെ ആ സമയത്ത് ആ സ്പോർട്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സയൻസ് ടീച്ചർ കയറി ഇരുന്നിട്ട് പറയും, ഇന്ന് സ്പോർട്സ് ഇല്ല, ഇന്ന് എൻ്റെ സബ്ജക്റ്റ് ഇന്ന് ഞാൻ പഠിപ്പിക്കട്ടെ, നമുക്കൊരു സബ്ജക്റ്റ് കൂടി ബാക്കിയുണ്ട്. അത് അങ്ങനെയാണ് അവിടെ. എനിക്ക് തോന്നുന്നു മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ സാധനമായിട്ടുള്ള ഈ നാട്ടിലെ ഔട്ട്ലുക്ക് ഓൺ വൊക്കേഷണൽ സ്കൂളിംഗ് ഈസ് ഹൈലി ഡിഫറെൻറ്റ് ഫ്രം ഈ ഔട്ട്ലുക്ക് ഓൺ വൊക്കേഷണൽ സ്കൂളിംഗ് ഓവർ ഹിയർ.
ഇപ്പം ഞങ്ങൾ 9th grade ആയതുകൊണ്ട് ഈ ലുക്കിയോലും ഈ നെക്സ്റ്റ് ഇയർ എവിടെ പോകണ്ടേ അതൊക്കെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നാട്ടിലെ ഈ വൊക്കേഷണൽ പോളിടെക്നിക് പോലത്തെ ലൈൻസിലൊക്കെ പോകുമ്പോൾ മോസ്റ്റ്ലി പാരൻസ് അല്ലെങ്കിൽ എനിവേ ഇൻ ജനറൽ ആൾക്കാർ നോക്കുന്നത് എവിടെയും കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഈ ലൈനിലൊക്കെ പോകണം. അത് പക്ഷെ ഇവിടെ മോർ ഓഫ് ലൈക്ക് നമുക്ക് ഓൾറെഡി ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്, ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല കുട്ടികളാണ് ഈ വൊക്കേഷണൽ ലൈൻസിൽ പോയിട്ട് അവരുടെ ഫ്യൂച്ചർ ചൂസ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്നത്. അവിടെ കുറെ ചാൻസസും ഉണ്ട്. ലൈക്ക് ഐ ഫീൽ ലൈക്ക് അതെന്താണെന്ന് വെച്ചാൽ ഈ വൊക്കേഷണൽ സ്കൂൾസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ അതൊരു ലോലി ജോബാണ്. ലെറ്റ്സ് സേ ഇപ്പോൾ വൊക്കേഷണൽ കമ്പ്യൂട്ടർ സയൻസ് അതൊക്കെ ഉണ്ട്, പക്ഷെ ലെറ്റ്സ് സേ എന്താ കുക്കിംഗ്, ബേക്കറി അങ്ങനത്തെ ഒക്കെ ഒരു നമ്മുടെ നാട്ടിൽ അതൊരു ജോലിയാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് അതൊരു പൊട്ട ജോലി. ഇറ്റ്സ് ജസ്റ്റ് മറ്റുള്ളവരെന്ത് പറയും, ആ കുട്ടിയുടെ ഫാമിലി IIT എന്നാണ്, എൻ്റെ മോൾ ഇത് പഠിക്കുക, അവരെന്ത് വിചാരിക്കും, അതാണ് മെയിൻലി. ഇവിടെ ഈ ബേക്കർസ് ആണ് പറഞ്ഞത്. ഫിൻലൻഡിൽ വന്നിട്ട് ഞാനൊരു ബേക്കറാന്ന് പറഞ്ഞു. കേക്ക് ഉണ്ടാക്കാൻ അറിയാം, നാട്ടിലൊരു ബേക്കറാന്ന് പറഞ്ഞ അത് ലൈക്ക് നമുക്ക് ഇപ്പൊ ഒരാൾക്ക് പേഴ്സണലി പഠിക്കണം എന്നുണ്ടാവും, പക്ഷെ ഫാമിലി വൈസ് അത് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്താ ആലോചിക്കും, മറ്റുള്ള ഫാമിലീസ് എന്ത് പറയും, മറ്റുള്ളവരുടെ മോൻ IIT-ലാണ് അപ്പോൾ ഇവള് ഇതിൽ പഠിക്കുമ്പോൾ ശരിയല്ലല്ലോ, അതാണ് മെയിൻ പ്രോബ്ലം. പോയിന്റ് നേരത്തെ ഫിൻലൻഡിനെ പറ്റി വേറൊരു നല്ല കാര്യം, essay എഴുതണമെന്ന് പറഞ്ഞില്ലേ, എനിക്കിപ്പോ മനസ്സിലാവുന്നത് ഈ ഫിൻലൻഡിൽ അവര് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് അവര് ഈ essay എഴുതാനും നന്നായിട്ട് സോഴ്സസ് സൈറ്റ് ചെയ്യാനും സോഴ്സസ് നോക്കിയിട്ട് എന്താണ് കറക്റ്റ് സോഴ്സ്, എന്താണ് റോങ് സോഴ്സ്, ബയസ് ഉണ്ടോ, അത് ന്യൂട്രൽ ആണോ, അത് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മളെ നന്നായിട്ട് ഇങ്ങനെ പഠിപ്പിക്കും, പ്രിപ്പയർ ചെയ്യും. എല്ലാ ഫിന്നിഷ് മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിനെക്കാളും കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ, പക്ഷെ അതെല്ലാ ഫിൻലൻഡിലെ എല്ലാ സ്കൂൾസിലും അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ അല്ലെങ്കിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഫിൻലൻഡിലെ വിദ്യാഭ്യാസ രീതി. ഇവിടെ ഒരു കുട്ടി 7 വയസ്സ് മുതലാണ് ബേസിക് സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. അതിന് മുന്നേ ഒരു വർഷം പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും ഉണ്ട്. അപ്പോൾ 7 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടി 15 വയസ്സാകുമ്പോൾ 9ാം ക്ലാസ് പൂർത്തിയാക്കുകയും അതാണ് ബേസിക് എഡ്യൂക്കേഷൻ ആയി കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം 3 വർഷം ലൂക്കിയോ എന്നറിയപ്പെടുന്ന നാട്ടിലെ +2 സ്റ്റഡീസും ഇവിടെ ചെയ്യുന്നു. അതിനുശേഷമാണ് ഒരു കുട്ടി കോളേജിലേക്ക്, യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച അനുഷ്കയ്ക്കും മാളവികയ്ക്കും മാനസയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. Stay tuned. Bye bye.